പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അതിലെനിക്ക് സംഗീതനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, സംഗീതിൻ്റെ പെർഫോമൻസും. പക്ഷേ സംഗീത് പിന്നെ ചെയ്ത ഹ്യൂമർ സിനിമകളാണല്ലോ സംഗീത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ സംഗീതനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഗീതിൻ്റെ ഫേസിലുള്ള സ്ഥായിയായ ഒരു വിഷാദം കിടപ്പുണ്ട് സംഗീതത്തിന്റെ ഫേസിൽ. അത് നേരത്തെ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഞങ്ങൾക്കത് വളരെ ഒരു വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. ഒരു സിമ്പിൾ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കേന്ദ്ര കഥാപാത്രമാകുന്നു എന്ന് പറയുന്നതിൽ തന്നെ ആ കഥയ്ക്ക് ഒരു ഡിവിനിറ്റി വന്നു ഞങ്ങളെ സംബന്ധിച്ച്. ലിജോയുടെ ആദ്യകാല പടങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഒരു ബോൺ ടാലന്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഏറ്റവും നന്നായിട്ടാണ് ഋതു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ലിജോ മുമ്പിൽ തന്നെ. നമ്മളിപ്പോ കുറച്ച് മുന്നേ നമ്മൾ പൊന്മാനിലും അല്ലെങ്കിൽ ജയ്ഭീമിലൊക്കെ കണ്ടതാണ്. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. മലയാളി പ്രേക്ഷകർക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ സഞ്ജയ് സാറാണ് ഇന്നെൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ബേബി ഗേൾ തന്നെയാണ് അല്ലേ? ഇപ്പൊ തിയേറ്ററുകളിലൊക്കെ നല്ലൊരു പ്രേക്ഷക പ്രതികരണത്തോടെ തിയേറ്ററുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ബേബി ഗേളിനെ കുറിച്ച് പറയാനുള്ളത്? ബേബി ഗേൾ ശരിക്കും പറഞ്ഞാൽ ഒരു പത്രവാർത്തയിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ്. നമ്മൾ വായിച്ചൊരു ന്യൂസ് ഐറ്റം. അത് സാധാരണ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആ പെർട്ടിക്കുലർ ന്യൂസ് ഐറ്റം നമ്മളെ അട്രാക്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ആ കുറ്റം ചെയ്തയാൾ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ആ ന്യൂസ് ഐറ്റത്തിലുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ആദ്യം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. ഇത് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ് എന്ന് തോന്നാൻ കാരണം ഇതേ സമയത്ത് തന്നെ കൊച്ചിയിൽ മറ്റൊരു സംഭവം നടന്നിരുന്നു. എക്സാക്ട്ലി ഈ സംഭവമല്ല, വേറൊരു സംഭവം നടന്നു. ഇത് രണ്ടും കൂടി എന്തൊക്കെയോ കണക്ഷൻ ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നി. അതിൽ നിന്നാണ് ബേബി ഗേളിൻ്റെ തുടക്കം. പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരു സിനിമയുടെ കഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്തത് ഇത് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയെത്തിയാൽ ഞങ്ങൾ ആ സിനിമ ചെയ്യും. അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റിലെ വിശ്വസിച്ച സിനിമ ചെയ്യും. അങ്ങനെ സംഭവിച്ചാണ് ബേബി ഗേൾ. അത് എനിക്ക് ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് തന്നെയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ആ കുട്ടിയെ ഇപ്പം കഥ പറയാൻ ആളുകൾ കാണാത്തവരുണ്ടാവും, പക്ഷേ അതിലും ആ ഒരു മൊമെന്റിൽ ആ ഒരു ട്വിസ്റ്റിന് ശേഷം നമ്മൾ വിചാരിക്കും ഈ സിനിമ അവസാനിക്കുമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഒരു എൻഡിങ് പോർഷനിൽ വരുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഒരു സിനിമയോട് തോന്നിയത്. അപ്പോൾ ശരിക്കും ആ ഒരു ക്ലൈമാക്സിലോട്ട് എങ്ങനെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്റ്റോറിയിൽ? അങ്ങനെ നമ്മളൊരു വളരെ ക്ലിനിക്കലായിട്ട് എത്തുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റവും ഒരു ഓർഗാനിക് വളർച്ചയായിരുന്നത്. ആ സിനിമയുടെ കഥയെ ആലോചിച്ച് വന്നപ്പോൾ ആ കഥയുടെ ഒരു സ്വാഭാവിക വളർച്ചയിലുള്ളതായിരുന്നു ക്ലൈമാക്സും. ഞങ്ങൾ ഒരിക്കലും ഒരു സിനിമയെ കാണുമ്പോൾ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് എടുത്ത് വേറെ കാണാറില്ല. ഒരു സിനിമ പോകുന്നു, അതിൻ്റെ ഒഴുക്കിന് അതിനോട് ചേർന്ന ഒരു അവസാനം ആ സിനിമയ്ക്ക് ഉണ്ടാവണം. അങ്ങനെ രീതിയിൽ വന്നതാണ്. അല്ലാതെ ക്ലൈമാക്സ് ഇങ്ങനെ ആവണം എന്നൊന്നുമില്ലായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ ചില ചോദ്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ ഒക്കെ ക്ലൈമാക്സിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് ഞങ്ങളുടെ സിനിമകളിൽ. അത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ആ ക്ലൈമാക്സിലേക്ക് എത്തിയത് ശരിക്കും. അല്ലാതെ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരില്ല ക്ലൈമാക്സ്. നമ്മൾ ആദ്യം ഒരു കഥ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചില സീനുകളിലും കാര്യങ്ങളിലും ഒക്കെ ചില കൂട്ടലുകളും തിരുത്തലുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ക്ലൈമാക്സ് ഇത് വളരെ കഥയുടെ സ്വാഭാവിക വളർച്ചയുടെ എന്നുള്ള രീതിയിലാണ് ബേബി ഗേളിൽ വരുന്നത്. അങ്ങനെയാണ് എത്തിയത്. പിന്നെ ഇതിന്റെ ഒരു പൂജ സമയത്തും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഒരു ഇതുപോലെ ഇത്രയും 5 മാസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി ഇത്രയും അഭിനയിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് എപ്പോഴും 5 ദിവസം 5 ദിവസം പ്രായമായിട്ടുള്ള ഒരു കുട്ടി ഇതുപോലെ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു പൂജ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഇതിലോട്ട് എങ്ങനെയാണ് വരുന്നുണ്ടായിരുന്നത്? അത് നേരത്തെ ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്ന ഞങ്ങൾക്കത് വളരെ ഒരു വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. ഒരു സിമ്പിൾ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കേന്ദ്ര കഥാപാത്രമാകുന്നു എന്ന് പറയുന്നതിൽ തന്നെ ആ കഥയ്ക്ക് ഒരു ഡിവിനിറ്റി വന്നു ഞങ്ങളെ സംബന്ധിച്ച്. അത് പ്രേക്ഷകനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, റൈറ്റേഴ്സ് എന്ന രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ആ ഡിവിനിറ്റി ആ കഥയിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് മുമ്പോട്ട് പോയത്.
ഒരു കുഞ്ഞ് ഇതിനകത്ത് പറയുന്നുണ്ട്, ആർക്കും വേണ്ടാത്ത ഒരു കുഞ്ഞെന്ന് പറയുന്നുണ്ട്. ഒരു കുഞ്ഞ് എങ്ങനെയാണ് ആർക്കും വേണ്ടാത്ത, അല്ലെ? ഒരു കുഞ്ഞൊരിക്കലും ആർക്കും വേണ്ടാത്ത കുഞ്ഞാവില്ല എന്ന് പറയുന്ന ഒരു സിനിമ കൂടിയായിട്ടാണ് ബേബി ഗേളിനെ ഞങ്ങൾ കൺസീവ് ചെയ്യുന്നത്. അതിൽ എപ്പോഴും പറയുന്ന സാർ പറഞ്ഞ കറക്റ്റ് തന്നെ, ആർക്കും വേണ്ടാത്ത കുഞ്ഞിന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ ആവശ്യമില്ല, അല്ലേ? പിന്നെ അതുപോലെ അരുൺ വർമ്മ സാറിനായിട്ടുള്ള ഒരു ഡയറക്ഷനിലോട്ട് വരുന്നത്, അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ശരിക്കും അരുണുമായിട്ടുള്ള പരിചയം തുടങ്ങുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സിനിമയാണ് അരുൺ ആദ്യം ചെയ്തത്. അതെ, അതിന്റെ നിർമ്മാതാവ് ലിസ്റ്റിനായിരുന്നു. അപ്പൊ ലിസ്റ്റിനും ഞങ്ങളുമായുള്ള സൗഹൃദത്തിൽ ഗരുഡന്റെ കഥാചർച്ചയുടെ സമയത്ത് കുറച്ചൊക്കെ ഞങ്ങൾ അതിനകത്ത് ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. ഞങ്ങളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷെ ചർച്ചയ്ക്ക് കുറച്ചു കാലം ഇരുന്നിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ അരുണുമായൊരു നല്ല സൗഹൃദം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങൾ സിനിമകളെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഗരുഡൻ റിലീസ് ചെയ്തിട്ട് ആ സിനിമ എങ്ങനെയായാലും അരുണുമായി ഒരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു അരുണ്. കാരണം എവിടെയൊക്കെയോ സിമിലർ ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ്, സിനിമയെ പറ്റിയുള്ള ഔട്ട്ലുക്ക് സിമിലർ ആവുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അരുണുമായിട്ടൊരു സിനിമ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് വളരെ യങ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉള്ള ആളായിട്ട് തോന്നി. അപ്പൊ അരുൺ നമ്മൾ ഈ സ്ക്രീൻ പ്ലേ നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ, ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു മേക്കിംഗ് പാറ്റേൺ അരുൺ ഏകദേശം മനസ്സിൽ കണ്ടിരുന്നു. അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഓരോ സീനും എങ്ങനെയായിരിക്കാം എന്നുള്ളത് അരുൺ ഇടയ്ക്ക് ആ ചർച്ചയും ഇതിൻ്റെ കൂടെ തന്നെ നടന്നിരുന്നു. അപ്പോൾ അരുണുമായിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്ത സിനിമയുടെ ചർച്ച അരുണുമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെയും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഈ മൂവിയിൽ കാണുന്നുണ്ട്. ഏതൊരു സിനിമയും സംവിധായകനും തിരക്കഥാകൃത്തും. ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിൽ സംവിധായകനെ ഞങ്ങൾക്ക് സുഹൃത്താക്കിയേ പറ്റൂ. ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ഒന്നിക്കുന്നതെങ്കിൽ പോലും എവിടെയൊക്കെയോ ഒരു സൗഹൃദം രൂപപ്പെടുകയും എന്തും തമ്മിൽ പറയാവുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ഒരുപാട് ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ സാധിക്കുന്ന ഒരു സംവിധായകരുടെ കൂടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. സിനിമയെ പറ്റിയുള്ള ഒരു വ്യൂ പോയിന്റ് സിമിലർ ആയെങ്കിലും ആ ഒരു സൗഹൃദത്തിൽ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ഉണ്ടാകുന്നത്. സിനിമ എന്ന് പറയുന്നതിന്റെ മേക്കിംഗ് പ്രോസസ്സും അതിന്റെ ഡിസ്കഷൻ പ്രോസസ്സും വളരെ സീരിയസ് ആണെങ്കിലും അതിലൊരു അടിത്തറയായിട്ട് നിൽക്കുന്നത് സംവിധായകനുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. അപ്പോൾ ആ ഒരു അരുൺ സാറുമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒരു വിജയത്തിനായാലും അതെ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് എത്രത്തോളം പ്രയോജനപ്രദമായിരുന്നു? തീർച്ചയായിട്ടും. അതായത് ആ തിരക്കഥ എഴുത്തിൽ ഇപ്പം നമ്മളൊരു സിനിമ തിരക്കഥ എഴുതുമ്പോൾ ആ സിനിമ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സിനിമ ഒരുപക്ഷെ മുമ്പോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ബേബി ഗേൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു കുട്ടി മിസ്സിങ്ങിന്റെ മാത്രം കഥയായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നില്ല. ഒരു കുട്ടി മിസ്സിങ്ങിൽ എല്ലാവരും എൻ്റെ പുറകെ നടക്കുന്നു. അതിനകത്ത് ഞങ്ങൾ കാണുന്ന ചില റിലേഷൻഷിപ്സ്, ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ സിനിമയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ ആ കഥ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഫ്ലാഷ് ബാക്കുകളൊന്നും ഇല്ലാതെയാണ്. ഒരു ഫ്ലാഷ് ബാക്കും ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ കഥ നമ്മൾ വിഷ്വലി കാണിച്ചിട്ടില്ല. ഒരു വരി 2 വരിയിലൂടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രേക്ഷകരിലേക്ക് എത്തുമോ, എത്രത്തോളം എത്തുമോ എന്ന് പറയുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഞങ്ങളുടെ ഈ ഡിസ്കഷൻസും അരുൺ ഞങ്ങൾക്ക് തന്ന ആത്മവിശ്വാസവും വളരെ കൂടുതലായിരുന്നു. അങ്ങനെയാണ് അത് ബേബി ഗേളിനെ സഹായിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പ്രാധാന്യമുള്ള കുറേ വിഷയങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ പല കുട്ടികളുടെ ഒരു പക്വതയില്ലായ്മയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ആദ്യം ഒരു കുറ്റാന്വേഷണം അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റോറിലൂടെ വന്ന് പലതരത്തിലുള്ള സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എത്രത്തോളം ഒരു പ്രിപ്പറേഷൻസ് ആണ്, എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെയാണ്, വളരെ ഓർഗാനിക് ആണ്. ഇപ്പോൾ ഒരു കുട്ടിയെ കാണാതാവുന്നു, ആ കുട്ടിയുടെ പുറകെ പോലീസ് പോകുന്നു, അല്ലെങ്കിൽ ചേസ് ചെയ്ത് രക്ഷിക്കാൻ നോക്കുന്നു എന്ന് പറയുന്ന കഥയ്ക്ക് മാത്രമായി അത് എഴുതാൻ യാതൊരു ഒട്ടും ഇൻട്രസ്റ്റ് ഫാക്ടർ ഇല്ല, ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ സാമൂഹിക പരിസരം പല ഘട്ടങ്ങളിലും ഒരു സിമ്പലായിട്ട് വർത്തിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ആദ്യമായി ഈ സ്ത്രീ ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് ഒരു ഉപേക്ഷിക്കപ്പെട്ട ടോയ്ലറ്റിൽ ഇരുന്നുണ്ട്. അതായത് ഒരു നഗരത്തിന്റെ എല്ലാ കുഴപ്പങ്ങളും ഉള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ ഈ സ്ത്രീക്കും ആ കുഞ്ഞിനും ചുറ്റുമുള്ളതും അങ്ങനെ തന്നെയാണ്. അവർ ചുറ്റപ്പെട്ടിരിക്കുന്നത് ഈ മാലിന്യത്താലാണ്. അതിൽ അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും ഡിവൈൻ മൊമെന്റ് നടക്കുകയാണ്. ആ മാലിന്യമാണെങ്കിൽ പോലും അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുകയാണ് അവരെ സംബന്ധിച്ച്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്ന പ്രതീകം എവിടെ വേണേൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില കണ്ടെത്തലുകളാണ് കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ എഴുത്തുകാരെന്ന രീതിയിൽ ഞങ്ങളെ എക്സൈറ്റ് ചെയ്യുന്നത്. ഇത്തരം ചില
എന്താ പറയുക, ഇങ്ങനെ ചില കാര്യങ്ങൾ ഇത് എത്രത്തോളം പ്രേക്ഷകന് കിട്ടും, പ്രേക്ഷകന് മനസ്സിലാവുന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതും ഞങ്ങളെ എഴുതാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ചില അടിയൊഴുക്കുകളാണ്. അല്ല, പല കാര്യങ്ങളും ഇതെനിക്ക് നമ്മൾ ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന പല കാര്യങ്ങളും ആ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും എല്ലാ ആളുകൾക്കും, അത് അനുഭവിച്ച ആളുകളായി അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിവിൻ പോളി സാറ് വേണ്ടിയിട്ടുള്ള, അതായത് അദ്ദേഹം മുൻപ് കായംകുളം കൊച്ചുണ്ണിയിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിനിമ അത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ വരുമ്പോൾ നിവിൻ പോളി സാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ആക്ടിങ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു അറ്റൻഡർ എങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ സിനിമയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത്? നിവിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ ഈ അറ്റൻഡർ ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നിവിനെ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ബേബി ഗേൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു നിവിൻ പോളി സിനിമയല്ല, നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയല്ല. എന്നിട്ട് പോലും നിവിൻ ഇത് വന്ന് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ആ തിരക്കഥ വായിച്ച് കേട്ടതിന് ശേഷമാണ്. അവിടെ തന്നെ എനിക്ക് തോന്നുന്നത് നിവിനെ സംബന്ധിച്ച അറ്റൻഡർ സനൽ എന്ന് പറയുന്ന കഥാപാത്രം നിവിനിലേക്ക് ചെന്ന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓരോ ബോഡി ലാംഗ്വേജും ഓരോ കാര്യങ്ങളും നിവിനും അരുണും ചേർത്ത് ചർച്ച ചെയ്താണ്. അരുൺ എനിക്ക് തോന്നുന്നത് ഒരു ബേസിക് നിർദ്ദേശങ്ങളെ കൊടുത്തിട്ടുള്ളൂ. അതിൽ നിവിന് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ സാധാരണത്വം കൊണ്ടുവന്നിരിക്കുന്നത് നിവിൻ്റെ എക്സ്പീരിയൻസും നിവിൻ എത്രത്തോളം ഒരു ബ്രില്യൻ്റ് ആക്ടർ ആണെന്നുള്ളതും ആണ് അതിൻ്റെ പിന്നെ അതിനകത്ത് ഒരു പ്രത്യേകത പറയാനുള്ളത്, ആ സിനിമയിൽ പറയുന്നുണ്ട് 3 വർഷം ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തിയാണെന്നുള്ളത്. ഭാര്യയെ പുറത്തായിരുന്നു, അതുകൊണ്ട് ഒറ്റയ്ക്ക് വളർത്തേണ്ടി വരുന്നുണ്ട് നിവിന്, ആ ക്യാരക്ടറിനെ സംബന്ധിച്ച്, സനലിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഒരു മദർ ക്വാളിറ്റി ആ ക്യാരക്ടറിലുണ്ട്. ആ മദർ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ആ ക്ലൈമാക്സിൽ നിവിൻ അങ്ങനെ ചെയ്യുന്നത്. പ്ലസ് നിവിന്റെ പരിസരങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിവിന്റെ സുഹൃത്തുക്കൾ മുഴുവൻ സ്ത്രീകളാണ് ആ സിനിമയിൽ. ആദ്യത്തെ നേഴ്സസ് നിവിൻ സംസാരിക്കുന്ന സ്ത്രീകളോടാണ്, നിവിനെ സഹായിക്കുന്ന സ്ത്രീകളാണ്. അതൊരു മദർ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യവും നിവിൻ ഗംഭീരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിവിന്റെ ബോഡി ലാംഗ്വേജ് എടുത്ത് ശ്രദ്ധിച്ചാൽ ആ ഒരു കാര്യം വളരെയധികം കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പടത്തിന്റെ എൻഡിലും ആ കഥാപാത്രത്തെ നിവിന് മനസ്സിലാകാൻ കാര്യം നിവിനും ഒരു കുഞ്ഞിനെ നോക്കിയിട്ടുണ്ട്. അല്ല, അത് ശരിക്കും ആ സിനിമയിൽ ഉടനീളം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ മദർലി ഫീലിംഗ് അതുകൊണ്ടാണ് പല ഡയലോഗുകളിലും അത് വന്നു പോകുന്നത്. അതാണ്, ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചെയ്യുന്നതാണ്. ഇത് പ്രേക്ഷകൻ എത്രത്തോളം കിട്ടിയിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോ ഒന്നും അറിയില്ല. നമ്മൾ മനസ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എഴുത്ത് എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ബേബി ഗേൾ എഴുതിയത്. ഇത്തരത്തിലെ ചില അടിയൊഴുക്കുകളാണ് കൂടുതലും ബേബി ഗേളിൽ ഉള്ളതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലിജോ മോളുടെ ഒരു ക്യാരക്ടർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ ശരിക്കും ആ ഒരു ഇമോഷൻ എല്ലാം കൊണ്ടുവരാൻ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ലിജോ മോളുടെ ഒരു പ്രകടനത്തെ പറ്റി എന്താണ്? ഒന്നും പറയാനില്ല, കാരണം അത്രത്തോളം ബ്രില്യൻ്റ് ആയിരുന്നു. എല്ലാ ഫ്രെയിമിലും ആ ക്യാരക്ടറായിട്ട് മാറുകയായിരുന്നു. കാരണം ഈ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഡയലോഗ് പറയുന്നതിന് മുമ്പ് ലിജോ എടുക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷം അടുത്തത് പറയുന്നതിനിടയ്ക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അതെല്ലാം ഭയങ്കരമായിട്ട് ഇന്റേണലൈസ് ചെയ്ത ഒരു ആക്ട്രസ് തന്നെയാണ് ലിജോ. അത് എല്ലാ പടത്തിലും അതെ, ബേബി ഗേളിൽ മാത്രമല്ല, ലിജോയുടെ ആദ്യകാല പടങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഒരു ബോൺ ടാലന്റ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഏറ്റവും നന്നായിട്ടാണ് ഋതു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ലിജോ മുമ്പിൽ തന്നെ. നമ്മളിപ്പോ കുറച്ച് മുന്നേ നമ്മൾ പൊന്മാനിലും അല്ലെങ്കിൽ ജയ്ഭീമിലൊക്കെ കണ്ടതാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ഇത്ര ഇമോഷൻസ്, ആ ഇമോഷൻസ് കൊണ്ടുവരാൻ ഭയങ്കര ബ്രില്യന്റ് ആക്ടിങ് തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഓരോ ഫ്രെയിമിലും എനിക്ക് കണ്ടപ്പോൾ തോന്നി. അതുപോലെ തന്നെ സംഗീതന്റെ ഒരു ക്യാരക്ടർ, നമ്മളെപ്പോഴും ഒരു കോമഡി തരത്തിലുള്ള ഒരു ക്യാരക്ടർ നമ്മളിപ്പോൾ കുറച്ച് മുൻപുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ, പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ചും അത്രയും സിസ്റ്ററിനെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സിസ്റ്ററിന് വേണ്ടി ആ കാര്യം ചെയ്യുന്ന ഒരു ബ്രദറായിട്ടാണ്. അപ്പൊ സംഗീതത്തിനെ പറ്റിയിട്ട് സംഗീതം എനിക്ക് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അതിലെനിക്ക് സംഗീതനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, സംഗീതത്തിന്റെ പെർഫോമൻസും. പക്ഷേ സംഗീതം പിന്നെ ചെയ്ത ഹ്യൂമർ സിനിമകളാണല്ലോ സംഗീതം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ സംഗീതനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഗീതത്തിന്റെ ഫേസിലുള്ള സ്ഥായിയായ ഒരു വിഷാദം കിടപ്പുണ്ട് സംഗീതത്തിന്റെ ഫേസിൽ എന്ന് തോന്നാറുണ്ട്. നമ്മൾ ഈ ഹ്യൂമർ ചെയ്യുമ്പോഴും കണ്ണുകളിലാണെങ്കിലും ഇതിലാണെങ്കിലും എവിടെയോ ഒരു വൂണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു മുഖം എവിടെയോ സംഗീതനുണ്ട്. അങ്ങനെയാണ് ശരിക്കും സംഗീതത്തിലേക്ക് വരുന്നത് ഈ ഋഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ പറയുന്ന പോലെ സംഗീത് ചെയ്തിട്ടുള്ള, ഇപ്പം മരുന്നിന് പോലും ഒരു ഹ്യൂമർ ഡയലോഗ് ഇല്ലാത്ത ഒരു സിനിമയാണ്, ഐ മീൻ ഒരു ക്യാരക്ടറാണ് സംഗീതിൻ്റെത്. അത് സംഗീതം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, സംഗീതം ചെയ്യുമോ, അല്ലെങ്കിൽ
ഇപ്പോഴത്തെ കരിയറിൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു സീരിയസ് ക്യാരക്ടർ സംഗീതത്തിന് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കേട്ടപടി സംഗീതം ഇതിലേക്ക് വരികയും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഈ അഭിനയത്തിൽ മാത്രമല്ല, ഇതിന്റെ ഓരോ ഘട്ടത്തിലും സംഗീതം വിളിച്ച് അന്വേഷിക്കുകയും ഇതിന്റെ പല കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. എഡിറ്ററും കൂടിയാണല്ലോ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് എന്തായാലും ഉണ്ടാവും. ആ ഒരു വിഷൻ എപ്പോഴും ഉള്ള ഒരാളാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇപ്പൊ സാർ പറഞ്ഞല്ലോ, ഓരോ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ മുൻപ് ഇത്രയും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇന്ന ആള് വേണം, ഈ ഒരു ആക്ടർ വേണം, അങ്ങനെ കണ്ടിട്ടാണോ നിങ്ങൾ എങ്ങനെയാണ് എഴുതാറുള്ളത്? അതിന്റെ ഒരു പ്രോസസ്? ഒരിക്കലും അങ്ങനെയല്ല. അതായത് നമ്മൾ ആദ്യം കഥ ആലോചിക്കുമ്പം അവിടെ ആക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരില്ല, കഥാപാത്രങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. കഥാപാത്രങ്ങൾ മാത്രം ഉണ്ടായിട്ടാണ് സ്വാഭാവികമായിട്ട് ആ സിനിമ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കഥയുടെ ഒരു ഘട്ടമാകുമ്പോഴാണ് നമ്മൾ ആക്ടേഴ്സിലേക്ക് പോകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ മനസ്സിൽ ഇവർ ഈ ഡയലോഗ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ കഥ എഴുതുന്ന സമയത്ത്, കഥ രൂപപ്പെടുന്ന സമയത്ത് ആക്ടേഴ്സ് ഒന്നും ഇല്ലാതെയാണ് കഥ രൂപപ്പെടുന്നത്. ഇപ്പം ഈ ആക്ടർക്ക് വേണ്ടി ഒരു കഥ എഴുതണം, അല്ലെങ്കിൽ ഈ ആക്ട്രസിന് വേണ്ടി ഒരു കഥ എഴുതണം എന്ന രീതിയിൽ എഴുതിയിട്ടില്ല ശരിക്കും. അങ്ങനെ ഈ കഥയുണ്ട്, ഇതിനാരായിരിക്കും ഏറ്റവും യോജിച്ചത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പണ്ട് പല സംവിധായകരും പറയാറുണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറയാം, നമ്മൾ ചില ആളുകൾ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതും. ഇപ്പൊ ഭരതൻ സാറൊക്കെ പറയുന്നുണ്ട്, വരച്ചു വെക്കും, നമ്മൾ ഇങ്ങനത്തെ ഒരു ആക്ടർ വേണം, അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു പരിധി വരെ അത് ഇല്ലാത്ത നല്ലത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വളരെ ഫ്രീ ആണ്. നമ്മൾ ഇവരുടെയൊക്കെ ഇമേജിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആവാതെ നമുക്കൊരു കഥ ഉണ്ടാക്കാൻ പറ്റും. ആ കഥ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന താരങ്ങളുടെ ഇമേജ് സൃഷ്ടിക്കുന്ന ഒരു തടസ്സങ്ങളും നമുക്കില്ലാത്ത രീതിയിൽ നമുക്ക് കഥ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബോബി സാറാണെന്നുണ്ടെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു കഥ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണ് എന്തൊക്കെ പറഞ്ഞാലും, അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടാവും, രണ്ടുപേരുടെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഏത് ജോലിയും, അത് സിനിമ എഴുത്ത് മാത്രമല്ല, ഏത് ജോലിയും നമ്മൾ ടീമിൻ്റെ കൂടെ ചെയ്യുമ്പോൾ തന്നെ അതിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എങ്കിൽ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരേ മനസ്സാണെങ്കിൽ ഞങ്ങൾ ഒരാൾ എഴുതിയാൽ മതി, അല്ലേ? അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒരാൾ മറ്റേ ആളുടെ വർക്കിനെ വിമർശിക്കുമ്പോൾ, ഒരാൾക്ക് തെറ്റിപ്പോകുമ്പോൾ മറ്റേ ആൾ തിരുത്താനുണ്ടെങ്കിൽ എപ്പോഴും നല്ലതല്ലേ? അത് ആ ഒരു കൊടുക്കൽ വാങ്ങലാണ് ഞങ്ങൾക്കുള്ളത്, അല്ലാതെ ഒരു തർക്കമോ കാര്യങ്ങളോ ഒന്നുമല്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അതൊരിക്കലും പേഴ്സണൽ അല്ല. അത് സ്ക്രീൻ പ്ലേക്ക് എന്താണോ നല്ലതെന്നുള്ളതിലേക്ക് കാണാൻ, ഒബ്ജക്റ്റീവായിട്ട് കാണാൻ നമുക്ക് പറ്റും. അത് വളരെയധികം പറ്റും. ഒരു ടീം വർക്ക് എന്നുള്ളതേ ഉള്ളൂ. അതിൽ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു ഭയങ്കര റോക്കറ്റ് സയൻസ് അല്ലത്. ഡിസ്കഷൻസും കാര്യങ്ങളും നമ്മൾ എല്ലാ ടീം വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ വർക്ക്. അപ്പൊ സാറ് ഡോക്ടറാണ്, അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത്? ഈ എന്താണെന്നറിയാമോ, ഡോക്ടറാണ്, പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം ഒരു റൈറ്ററാണ്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാഷൻ ആണല്ലോ, നമ്മൾ എത്ര പാഷൻ, അതിന് സമയം കണ്ടെത്തും. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടമുള്ള ഒരു വിഷയം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് സമയം കണ്ടെത്തും. അത് തന്നെയാണ് ഇതിന്റെ ഉദാഹരണം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സാറിന്റെ ഒരു തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു? ഇപ്പൊ എൻ്റെ വീട് അപ്പുവിൻ്റെ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു തുടക്കം എന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് നമുക്കൊരു സാധാരണ ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ. അങ്ങനത്തെ ഒരു സ്റ്റോറി ഞാൻ ഇതിനു മുൻപ് അങ്ങനെ കേട്ടിട്ടേ ഇല്ല ഒരു മലയാള സിനിമയിൽ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത്? ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ ഇളയാൾ വരുമ്പോൾ എൻ്റെ സ്ഥാനം പോകുന്നുള്ളത് അന്ന് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അത് ഭയങ്കര തമാശയാണ്, ഭയങ്കര സില്ലിയാണ്. പക്ഷെ 5 വയസ്സിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അങ്ങനെ നമ്മളൊരു കുട്ടിയുടെ മനസ്സിലേക്ക് പോയാൽ എന്തായിരിക്കും എന്ന് തീരുമാനം. നമ്മൾ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കുട്ടികളുടെ മനസ്സാണ്. നമ്മൾ 8 വയസ്സുള്ള ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് നമ്മളുടെ പ്രായത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെ? ഇപ്പൊ ഒരു അവന്റെ അല്ലെങ്കിൽ അവളുടെ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ്, അവന്റെ ഹൈറ്റിലേക്ക് കുനിയുമ്പോൾ അവൻ കാണുന്നത് കാലുകൾ മാത്രമാണല്ലേ. അതുകൊണ്ടാണ് അവൻ്റെ ആൾക്കൂട്ടം പേടി. നമുക്ക് ഇത് എന്തിനാണ് പേടിക്കുന്ന പറയുമ്പോൾ അവന്റെ ഹൈറ്റിൽ നിന്നാണ് അവനത് കാണുന്നത്. ഇതേപോലെയാണ് അവരുടെ മനസ്സ്. അവരുടെ മനസ്സിനെ അവരുടെ പ്രായത്തിൽ നിന്ന് അതേ സീരിയസ്നെസ്സോടെ നമുക്ക് കാണാൻ പറ്റണ്ടേ എന്ന ചിന്തയിലാണ് എൻ്റെ വീട് അപ്പുന്നെ ഉണ്ടായത്. കാരണം ഞാൻ ഗോ ത്രൂ ചെയ്തൊരു ഫേസ്, അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സാർ ചെയ്ത് നിരവധി സിനിമകളിലൊക്കെ ഒരു
റിയൽ ഇൻസിഡന്റ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ കാണുന്ന അങ്ങനത്തെ എപ്പോഴും സ്റ്റോറീസ് നമ്മളെപ്പോഴും കാണാറുണ്ട് പല സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കില്ലേ? അത് കറക്റ്റായിട്ട് ആളുകളിലേക്ക് എത്തണം. അപ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആയി? അത് നമ്മൾ റിയൽ ഇൻസിഡന്റ് ആണെങ്കിലും റിയൽ ഇൻസിഡന്റ് അല്ലെങ്കിലും ചലഞ്ചിങ് ആണ്. കാരണം ഒരു സിനിമ ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്നത് എക്കാലവും ചലഞ്ചിങ് ആണ്. കാരണം അത് തിയേറ്ററിൽ വരുന്നവരെ നമുക്കറിയില്ല. ഇപ്പം ഞങ്ങൾ ഇത്രയും വർഷമായി സിനിമയിലുണ്ടെന്ന് പറയും, ഞങ്ങൾ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ എങ്ങനെ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ഒരു പിടിയില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് എത്ര കൂടിയാലും നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം അതാണ്. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ നമ്മൾ എഴുതുന്നു, അതേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷകൻ ഇത് ഇഷ്ടപ്പെടും, പ്രേക്ഷകൻ അത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം എപ്പോഴും പറയാനുള്ളതാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിന്റെ ആ ടേസ്റ്റ് പോലും അറിയാത്ത ഞാൻ എങ്ങനെയാണ് 3.5 കോടി ജനങ്ങളുടെ ടേസ്റ്റ് നിശ്ചയിക്കുന്നത് അല്ലേ? അപ്പൊ എനിക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, ഞാനൊരു സിനിമാ പ്രേമിയാണ്, എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്, എനിക്കിഷ്ടപ്പെടുമോ ഈ സിനിമ എന്നുള്ളത് വെച്ചിട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ നേരെ എതിർ അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷെ ആ ഒരു എത്തുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ അപ്പോഴും ഉണ്ട്. നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിലും എഴുതുക എന്നുള്ളത് അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഒരു എൻ്റെ വീട് അപ്പുവിൻ്റെയും തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബേബികൾ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഇത്രയും കാലം കഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പല 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 വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് സാറ് കാണുന്നത്? ഈ നമ്മൾ ഇപ്പോഴും മഹാഭാരതവും രാമായണവും ഒക്കെ വായിക്കുന്നത് എന്തിനാണ്? രസത്തോടെ അല്ലേ? അല്ലെങ്കിൽ ക്ലാസിക്സ് ഷേക്സ്പിയർ വായിക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ. ബേസിക്കലി മനുഷ്യന്റെ വികാരങ്ങൾക്ക് മാറ്റമില്ലെന്നുള്ളതാണ്. സ്നേഹം, വെറുപ്പ്, പക, പ്രണയം, പ്രതികാരം, ഇതെല്ലാം അന്നും ഇന്നും ഒരുപോലെയാണ്. അതിന്റെ ചുറ്റുവട്ടങ്ങളാണ് മാറിയിരിക്കുന്നത്. പറയുന്ന ഭാഷ മാറിയിട്ടുണ്ട്, പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന വികാരങ്ങളെല്ലാം അന്നും ഇന്നും സെയിം ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃതികളും നേരത്തെ പറഞ്ഞ സിനിമകളും എല്ലാം ക്ലാസിക്കലായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളിപ്പോൾ പഴയ സിനിമകളെ പറ്റി പറയില്ലേ, പത്മനാഭൻ സാറിന്റെ സിനിമകള്, ഭരതൻ സാറിന്റെ, അതിപ്പോഴും നിലനിൽക്കാൻ കാരണം ഇത്രയും കാലം കഴിഞ്ഞ് ഇന്നത്തെ കാലത്തല്ലല്ലോ ആ സിനിമ പ്ലേസ് ചെയ്തിരിക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതാണ്, മനുഷ്യന്റെ വികാരങ്ങൾക്കോ അതിന് ഒരു മാറ്റവും ഇല്ല. പ്രകടിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ അവെയറാണ്. കാരണം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെയും പ്രായം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ ഭയങ്കര അവെയറാണ്. ആ അവെയർനെസ് എപ്പോഴും ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ബേസിക് റോ മെറ്റീരിയൽ ഞാൻ പറയുന്നത് ഈ മനുഷ്യന്റെ വികാരങ്ങൾ തന്നെയാണ് ഏതൊരു സിനിമയിൽ. പക്ഷേ പലരും ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകരെല്ലാവരും ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ആളുകൾ എല്ലാവരും അതിനെ വിലയിരുത്താൻ, സിനിമകളെ വിലയിരുത്തും. അല്ലെങ്കിൽ സിനിമ അവർക്ക് വർക്കായില്ലെങ്കിൽ അവർ പറയും ഇത് എനിക്ക് വർക്കായില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിലോട്ട് കൂടുതൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥ അല്ലെങ്കിൽ സാമൂഹിക വിഷയം ഇപ്പോൾ പുതിയ തലമുറയിൽ വരുന്ന സമയത്ത് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണമല്ലോ. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ആ ഒരു കുടുംബ കഥകൾ അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ സിനിമകളും ഹിറ്റ് ആവണം എന്നില്ലല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയുക? ഇപ്പൊ കുടുംബ കഥകൾ ഹിറ്റായില്ല എന്ന് പറയുമ്പോൾ ഈയിടെ ഹിറ്റായ സിനിമയാണ് ഹൃദയപൂർവ്വം. അതൊരു കുടുംബ കഥയാണ്, കുടുംബ പ്രേക്ഷകർക്കുള്ള കഥയാണ്. അപ്പോൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോണർ ഹിറ്റാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ അത് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ വീട് അപ്പൂൻ്റെയും സിനിമ, ആ കഥ ഇപ്പോൾ പറഞ്ഞാലും ചിലപ്പോൾ പ്രേക്ഷകൻ ശ്രദ്ധിക്കും. ആ കഥ അതേപോലെ ഇപ്പൊ പറഞ്ഞാൽ പ്രേക്ഷകൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ ആ പറയുന്ന രീതിയിലാണ് മാറ്റം ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കഥയ്ക്കല്ല പഴക്കം സംഭവിക്കുന്നത്. കാരണം അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പൊ നമ്മൾ എൻ്റെ വീട് അപ്പൂൻ്റെ പറഞ്ഞാൽ ശരിക്കും ആദ്യത്തെ കൊലപാതകം ആയിട്ട് ബൈബിൾ പറയുന്നത് കായൻ ആബേലിനെ കൊന്നതാണ്. അതിന്റെ കാരണം സിബ്ലിംഗ് റൈവൽറിയാണ്. അത് എൻ്റെ വീട് അപ്പൂൻ്റെയിലും ഉണ്ട്, അതിന് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ കൊല്ലൂന്നല്ല പറഞ്ഞത്, സിബ്ലിംഗ് റൈവൽറി എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ കഥ പറയുന്ന രീതിയിലാണ് മാറ്റം. കഥയ്ക്കോ ജോണറിനോ ഒന്നും ഇത് വർക്കാവില്ല അത് വർക്കാവില്ല എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയപ്പെടുന്ന രീതിയാണ് മാറുന്നത്. അതെനിക്ക് തോന്നുന്നു സാറിന്റെ സിനിമകളിലൊക്കെ ആ കഥ പറയുന്ന രീതികൾക്ക് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. ആളുകൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിറം അയാൾ കഥ എഴുതുകയാണ്, സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട് കമൽ സാറിന്റെ കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആദ്യം മുതൽ തന്നെ സിനിമയോടായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം,
ഒരാൾ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, സിനിമയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു സിനിമയിലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആക്ടർ ആവണമെങ്കിലും റൈറ്റർ ആവണമെങ്കിലും എഡിറ്റർ ആവണമെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആരും ആയിക്കോട്ടെ, ഇതെല്ലാം ആകുന്ന ഒരാൾ ഒരു പടത്തിൽ ഇപ്പം സിനിമാറ്റോഗ്രാഫി പഠിക്കണമെങ്കിൽ ക്യാമറാമാൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, എഡിറ്ററുടെ. പക്ഷെ ഒരു സിനിമ ത്രൂ ഔട്ട് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ എഴുതുന്ന സമയത്തും ഇത് ചാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മളതിൻ്റെ എല്ലാ രീതികളും നമുക്ക് ഏറ്റവും അടുത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഇതായിരുന്നു, കമൽ സാർ എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത സിനിമ എടുക്കുന്ന, പെർഫെക്ഷനോടെ സിനിമ എടുക്കുന്ന ഒരാളായിരുന്നു. അത് ഷൂട്ടിങ്ങിൽ മാത്രമല്ല, പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും കണ്ടുപഠിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സിനിമയായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നേരിൽ കണ്ടറിഞ്ഞ് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ജോസ് പ്രകാശ് സാർ ആയാലും പ്രേം പ്രകാശ് സാറൊക്കെ, അത് എത്രത്തോളം പ്രയോജനപ്രദമായിരുന്നു? ആ ഒരു ഇത് ചെറുപ്പത്തിലെ തൊട്ട് നിങ്ങൾ എപ്പോഴും ഒരു സിനിമ കാണുന്നുണ്ടാവുമല്ലോ, ഇത്രയും ലെജൻഡറി ആളുകളുടെ കൂടെയാണ് അല്ലെ വീട്ടിലാണ് ഉള്ളത്, മക്കളും കൂടിയാണ്. അപ്പം അതെങ്ങനെ എത്രത്തോളം പ്രയോജനപ്രദം? വളരെ പ്രയോജനപ്രദമായിരുന്നു. കാരണം ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഫാദർ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാ വർഷവും ഒരു പടമെങ്കിലും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ കൂടെവിടെ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ത്രൂ ഔട്ട് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളന്ന് തീരെ കുട്ടികളാണ്. ത്രൂ ഔട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഫുൾ ഞങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് സിനിമ അടുത്ത് നിന്ന് ആദ്യമായിട്ട് കാണുന്നത്. വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ വീട്ടിൽ ഒരു വർഷം ഒരു സിനിമ എന്ന് പറയുമ്പോൾ 365 ദിവസവും ആ സിനിമയെ പറ്റിയുള്ള ചർച്ചകൾ, കാര്യങ്ങൾ, സംവിധായകരും ടെക്നീഷ്യൻസും ആക്ടേഴ്സും വീട്ടിൽ വരുന്നു, ഇവരെല്ലാവരും ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം ഒളിഞ്ഞും മറഞ്ഞു വരുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. ഈ എൻ്റെ ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റും. ഇപ്പൊ ഈ കൂടെവിടയുടെ സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ആ പ്രായത്തിൽ. ആകാശദൂത് ആയിക്കോട്ടെ, ജോണി വോക്കർ ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം തിരക്കഥകൾ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ചില സിനിമകൾ, ഏതോ ഒരു സിനിമ കേട്ടെഴുതാൻ ഞാനും ഇരുന്നിട്ടുണ്ട്, അങ്ങനെ എഴുതാൻ. അപ്പൊ ഇതൊക്കെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു. പ്ലസ് എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഞങ്ങൾ വായിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അപ്പൊ വീട്ടിൽ തരക്കേടില്ലാത്തൊരു പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. അപ്പൊ ഇതും റീഡിങ്ങും കൂടെ മിക്സ് ആകുമ്പോൾ നമുക്ക് സിനിമ അല്ലാതെ ഒരു ചിന്ത വരില്ല. അത് മാത്രമല്ല, അപ്പൊ ഇതെല്ലാം വളരെ എളുപ്പമായിരുന്നു. പക്ഷേ നമ്മൾ എൻട്രി എളുപ്പമായിരിക്കും എന്നുള്ളത് അത്രേ ഉള്ളൂ. ഇപ്പൊ കമൽ സാറിൻ്റെ അടുത്ത് എനിക്ക് എൻട്രി കിട്ടിയത് എൻ്റെ ഫാദറും അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് വളരെ ഈസി ആയിട്ട് എൻട്രി ചെയ്തു. പക്ഷെ നമ്മൾ സിനിമയിലേക്ക് എൻട്രി ചെയ്തു, ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്തതും എൻ്റെ ഫാദറാണ്. അതിനുശേഷം നമ്മൾ പിന്നെ ലോണാണ്, നമ്മൾ നമ്മുടെ രീതിയിൽ അത് പ്രൂവ് ചെയ്തേ പറ്റൂ. അല്ല, ഇപ്പം നെപ്പോട്ടിസം എന്ന് പറയുമ്പോഴും നമ്മളെ എൻട്രിക്ക് മാത്രമേ ആ ഒരു നെപ്പോട്ടിസം എന്ന് പറയാൻ പറ്റുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ആ എൻട്രി ഒരു വലിയ കാര്യമാണ്. നമ്മൾ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ ആ എൻട്രിക്ക് മാത്രമേ പറയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങനെ ഒരു എൻട്രി സാധിക്കാൻ, ഒരല്പം സ്മൂത്തായിട്ട് സാധിക്കാൻ കാരണം ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഫാദർ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ച് ഞങ്ങൾ എഴുതിയ ആദ്യത്തെ തിരക്കഥ അദ്ദേഹം സിനിമയാക്കിയിട്ടില്ല. ഞങ്ങൾ എഴുതിയ പല തിരക്കഥകളും കൊള്ളില്ല എന്ന് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയും അനുഭവം. പക്ഷെ നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ, അല്ലെ കഴിവ് നമുക്ക് എത്രത്തോളം കഴിവ് പുറത്തെടുക്കാൻ പറ്റും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബേബികൾ വരെ തന്നെ അല്ലേ. അപ്പോൾ ബേബികൾ ഇപ്പോൾ തിയേറ്ററിലൊക്കെ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അതായത് നമ്മൾ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഒരു ഇതുണ്ട്, ഈ സിനിമ ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അങ്ങനെ ഒരു ചർച്ച വരാൻ കാരണം തന്നെ ഈ ബേബികളിലുള്ള ഈ പറയുന്ന ചില കാര്യങ്ങളെ പറ്റിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അപ്പോൾ ആ മിക്സ്ഡ് ഒപ്പീനിയൻ ഇതിലുണ്ട്. ആ മിക്സ്ഡ് ഒപ്പീനിയനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഉദാഹരണത്തിന് ബേബി ഗേൾ പോലൊരു പടം പ്രീ റിലീസിൽ തന്നെ, റിലീസാകുന്നതിന് മുമ്പ് ഒരു വലിയ പ്ലാറ്റ്ഫോം അത് വാങ്ങി. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളും അതിന്റെ കൂടെ നടന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വാങ്ങിയത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന്റെ കൂടെ നടന്നു. അപ്പോൾ ആ മിക്സ്ഡ് ഒപ്പീനിയനിൽ തന്നെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ വൃന്ദ ഇപ്പൊ പറഞ്ഞതിൽ പോലും കുറെ ഡിസ്കഷൻ പോയിന്റ് ആണ് വൃന്ദ പറഞ്ഞല്ലേ. ആ ഡിസ്കഷൻ നടക്കാനുള്ള ഒരു കാരണം
ഒരു പക്ഷേ ഈ മിക്സ്ഡ് റിവ്യൂ വന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ നമ്മളൊരു ഒരു കുറ്റാന്വേഷണം അല്ലെങ്കിൽ കാണിച്ചു പോകുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് ട്വിസ്റ്റ് കൊണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ കാണാൻ പോയ സമയത്തൊക്കെ ഫാമിലി ഓഡിയൻസ് കുറേ പേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിരുന്നു. അവർ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഈ തിയേറ്ററിൽ ഇനി ആളുകളും ഇനിയും മിക്സഡ് റിവ്യൂ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും സിനിമ വലിയൊരു വിജയം തന്നെയാണ്. അപ്പൊ ഇനിയും ഇതുപോലെ നല്ല സിനിമകൾ അല്ലെങ്കിൽ മുൻപുള്ള സിനിമകൾ പോലെ തന്നെ നല്ല സിനിമകൾ ഇനിയും എഴുതട്ടെ രണ്ടുപേരും. അപ്പൊ വളരെയധികം നന്ദി. താങ്ക് യു.